ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോക്കനട്ട് ലഡു ആണ്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ലഡു എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് ചെറുതായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. പാൻ ഒരുപാട് ചൂടാകാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തേങ്ങയാണ് ഇടാൻ പോകുന്നത്. ഒരുപാട് ചൂടായാൽ പെട്ടെന്ന് തേങ്ങയുടെ കളർ മാറും. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിൽ ഒരു 3 കപ്പ് പാനിലേക്ക് ഇടാം. ലോ ഫ്ലെയിമിലിട്ട് നെയ്യും തേങ്ങയും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ 4 മിനിറ്റ് ആയിക്കഴിഞ്ഞു. ഇപ്പോൾ കൈവച്ച് നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പശുവിൻ പാൽ ഒഴിക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കണം. ഒഴിച്ച പാൽ മുഴുവൻ തേങ്ങയിൽ നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇടാം. സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാരയും തേങ്ങയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചൂടായി തുടങ്ങിയപ്പോഴേക്കും പഞ്ചസാര അലിയാൻ തുടങ്ങിക്കഴിഞ്ഞു. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഇളക്കുമ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് വേണം ഇളക്കാൻ. ഞാനൊരു 12 മിനിറ്റ് എടുത്തു ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാവുന്ന പോലൊരു പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴേക്കും ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കാം. 3/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ ആദ്യം പാനിലേക്ക് ഇടുമ്പോഴും പാൽപ്പൊടി ഇടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ പാൽപ്പൊടിയുടെ ചെറിയ ചെറിയ ബോൾ പോലെ കാണാം. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇതിനകത്തങ്ങ് മിക്സ് ആയിക്കോളും. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിനി തണുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് പകുതി കുറഞ്ഞു കഴിഞ്ഞു. കയ്യിൽ ഒരു ശകലം നെയ്യ് പുരട്ടി ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റാം. ഈ ലഡു ഉണ്ടാക്കി ഒരു 24 മണിക്കൂറിന് ശേഷം നമ്മളെടുത്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും 18-19 ലഡു തയ്യാറാക്കാം. ഇതിപ്പോൾ ചെറിയ ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഉറപ്പ് കിട്ടും. ഇതിനെയും കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും. തമ്മിൽ ഒട്ടുകയും ഇല്ല. ഇതൊരു 2 ദിവസം വരെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ 3 ദിവസം കൂടി വെച്ചിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു ലഡു ആണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരെണ്ണമാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കടയിൽ നിന്നും കളറുള്ള ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.